ഹായ് ഓൾ, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു പഴംപൊരിയുടെ റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് പഴംപൊരി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണാം. അതിന് മുമ്പായി എൻ്റെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാനുള്ളവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ട് കാണുന്ന ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്ത് അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്ത് കൊടുത്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനും നിങ്ങളുടെ ഫോണിലേക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഞാനിവിടെ ഒരു 2-3 മണിക്കൂർ കുതിർത്തി എടുത്തിട്ടുള്ള പച്ചരി നന്നായിട്ടൊന്ന് മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കുന്നുണ്ട്. നമുക്കൊരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് ഒരു പിഞ്ച് യെല്ലോ ഫുഡ് കളർ ചേർത്ത് കൊടുക്കാം. ഓപ്ഷണലാണ്. എന്നിട്ട് അതിലേക്ക് ഒരു പിഞ്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. നമുക്ക് ഷുഗർ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ആവശ്യത്തിന് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. മധുരം ഇഷ്ടമുള്ളവർക്ക് കുറച്ച് കൂടുതൽ ചേർക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ സോഡ പൗഡർ ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ ഗ്രൈൻഡ് എടുത്തിട്ടുള്ള പച്ചരി കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്കിതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ മൈദ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് നമുക്ക് ആവശ്യത്തിന് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം ഇതിവിടെ നന്നായിട്ട് മിക്സ് ചെയ്തതുപോലെ ആക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നേന്ത്രപ്പഴം ഒന്ന് സ്ലൈസ് ചെയ്തെടുക്കണം. ഞാനിവിടെ നീളത്തിലാണ് സ്ലൈസ് ചെയ്തെടുത്തിട്ടുള്ളത്. നമുക്ക് വേണമെങ്കിൽ പഴം 2 പീസാക്കിയിട്ട് അങ്ങനെ വേണമെങ്കിൽ കട്ട് ചെയ്യാം. നമ്മുടെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നമുക്ക് പഴം കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഫ്രൈ പാൻ എടുത്തിട്ട് അതിൽ സൺഫ്ലവർ ഓയിലോ കോക്കനട്ട് ഓയിലോ വെജിറ്റബിൾ ഓയിലോ എന്ത് ഓയിലാണ് ഇഷ്ടമെന്ന് വെച്ചാൽ അതിൽ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിൽ എടുത്തിട്ട് ഒന്ന് ചൂടാവാൻ വിട്ടിട്ടുണ്ട്. അപ്പം നമ്മുടെ പാനും ഓയിലൊക്കെ നന്നായിട്ട് ഹീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പം നമുക്കിനി നമ്മുടെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഓരോ കഷ്ണം പഴം എടുത്തിട്ട് മാവിലൊന്ന് കോട്ട് ചെയ്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിവിടെ തീ നല്ല ഹൈ ഫ്ലെയിമിലിട്ടിട്ടാണ് കേട്ടോ ഫ്രൈ ചെയ്യുന്നത്. നമുക്കിതൊക്കെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് 2 വശവും നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ഒരു ഗോൾഡൻ കളർ വരുന്ന വരെ ഒന്ന് ഫ്രൈ ചെയ്യാം. അപ്പോൾ പഴംപൊരി റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ മറക്കാതെ എൻ്റെ കമൻറ്റ് ബോക്സിൽ എഴുതണേ. പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനെല്ലാം ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.